5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ പുറത്തേക്ക് വലിച്ചിട്ട് വീണ്ടും ജപ്തി നടപടി. മുഖ്യമന്ത്രിയുടെ വാക്കിന് പുല്ലുവില. ഇതെന്ത് വെള്ളരിക്ക പട്ടണത്തിലാണോ നാം താമസിക്കുന്നത്? വീണ്ടും കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പാറശാല കാരോട് കുളത്തൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്ത ഹൃദയഭേദകമാണ്. 2 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 4 പേരുടെ കുടുംബാംഗങ്ങൾ 8 ലക്ഷം രൂപ 2018 ലോൺ എടുത്ത് വീടിന്ന് പുതുക്കി. അങ്ങനെ വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് 8 ലക്ഷം രൂപ ലോൺ എടുത്തതിൻ്റെ തുക ഒന്ന് മുടങ്ങിയപ്പോൾ കൃത്യമായ തുക അടയ്ക്കുന്നതിനുള്ള ജപ്തി നോട്ടീസ് അയച്ചു. എന്നാൽ ജപ്തി നോട്ടീസ് അയച്ചത് ത്യാഗരാജൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ കണ്ടിരുന്നില്ല. അദ്ദേഹം ജോലിക്ക് പോയ സമയം നോക്കി വീട്ടിൽ ഭാര്യ മാത്രം, ഷൈനി മാത്രമുള്ള സമയത്ത് ബാങ്ക് അധികൃതർ എത്തി. സ്വകാര്യ ബാങ്ക് സ്ഥാപനമാണ്. ആ ബാങ്ക് അധികൃതർ എത്തിയപ്പോൾ സ്വാഭാവികമായും അവിടെ തീർച്ചയായും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷൈനിയെ അവർ അതിന് പോലും സമ്മതിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോയി നിർത്തി വീട് പൂട്ടി ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. എത്ര ക്രൂരമാണ്! വീണ്ടും വീണ്ടും നമ്മുടെ ആളുകൾ വീട് വയ്ക്കുന്നതിൽ, ലോൺ എടുക്കുന്നതിൽ, മെയിൻ്റനൻസിനൊക്കെ ലോൺ എടുത്തിട്ട് വീണ്ടും വീണ്ടും ക്രൂരത. ഇത് നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വല്ലാത്ത ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ ജപ്തിയുടെ പേരിൽ ആരെയും ലോൺ എടുത്തതിൻ്റെ പേരിൽ, വീട് വെച്ചതിൻ്റെ പേരിൽ ആരുടെയും വീട് ജപ്തി ചെയ്യില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ പാറശാലയിൽ നിന്ന് വീണ്ടും വാർത്ത വരുന്നത്. 2 കുട്ടികളും കൂടെ, പെൺകുട്ടികളുമായി ആ അമ്മയും അച്ഛനും ഇനി എങ്ങോട്ട് പോകും? എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് ആരുടെയും സ്വന്തമൊന്നും ആയിരുന്നില്ല. ഇത് പഴയ കാലത്ത് ആളുകളെ വെട്ടിപ്പിടിച്ചെടുത്ത കുറേ ആളുകൾക്ക് കൈവശാവകാശവും വിൽക്കാനും കൈവശം വയ്ക്കാനുള്ള അവകാശമുള്ളതാണ്. ബാക്കി ഈ രാജ്യത്തെ ദളിതന്മാർക്കും പിന്നെ വരുന്ന തലമുറയ്ക്കും ഒന്നും ഭൂമിയില്ലാത്ത അവസ്ഥയാണ് ഒരു പ്രധാന പ്രശ്നം. ഇനി ഭൂമി ഉണ്ടെങ്കിൽ പോലും വീട് വെക്കാൻ കഴിയുന്നില്ല. വീട് വെക്കാൻ ലോൺ എടുത്താൽ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നതിന് അവർക്ക് സാവകാശം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ഈ കാലഘട്ടത്തിൽ മഴയുടെയും അതുപോലെ തന്നെ പ്രതിസന്ധിയുടെയും കാലാവസ്ഥ മാറ്റത്തിൻ്റെ കാലത്ത് വിചാരിക്കുന്ന പോലെ തൊഴിലൊന്നും കിട്ടാതിരുന്നാൽ കൃത്യമായി ലോൺ അടയ്ക്കുക ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായും ഇത് ഗൗരവമായ ഒരു വിഷയമായി ചർച്ച ചെയ്യണം. നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ, അത് കേന്ദ്ര സംസ്ഥാന തലങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് വീടിൻ്റെ മെയിൻ്റനൻസിനൊക്കെ വായ്പ എടുത്തിട്ടുള്ളവർ, ഇന്നലെ വരെ വീടിനകത്ത് കിടന്നുറങ്ങിയവർ, രാവിലെ നോക്കുമ്പോൾ അമ്മയെ പുറത്താക്കിയിരിക്കുന്ന എന്ന പെൺമക്കളുടെ മാനസികാവസ്ഥ, ആ ഭാര്യയെ പുറത്താക്കി, താൻ വീട്ടിലില്ലാത്ത സമയത്ത്, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഭാര്യയെ പുറത്ത് നിർത്തി വലിച്ച് ഭീഷണിപ്പെടുത്തി പുറത്താക്കി വീടടയ്ക്കുന്ന സാഹചര്യം, ഇതൊന്നും നമുക്ക് കണ്ടും കേട്ടും നിൽക്കാനാവില്ല. ഏത് ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്? കൃത്യമായി നിയമപരമായി നോട്ടീസ് കൊടുക്കുക, നോട്ടീസ് കൊടുത്തിട്ട് വീട്ടിൽ അംഗങ്ങളുള്ളപ്പോൾ, പ്രത്യേകിച്ച് ഗൃഹനാഥനൊക്കെ ഉള്ളപ്പോൾ, പുരുഷന്മാരുള്ളപ്പോൾ വരിക, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അത്തരത്തിൽ ഒരുപാട് നല്ല നടപടികളിലൂടെ തീർച്ചയായും ചിലപ്പോൾ നമുക്ക് പലതും നടപ്പിലാക്കിയെടുക്കാൻ പറ്റിയേക്കും. അതിന് പകരം ഭീഷണിപ്പെടുത്തിയും, സ്ത്രീകൾ മാത്രം വീട്ടിലുള്ളപ്പോൾ അവരെ വല്ലാതെ ഉപദ്രവിച്ചും ഭീഷണിപ്പെടുത്തിയും പുറത്ത് നിർത്തി, അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നുള്ള വാർത്ത പറയുന്നില്ലെങ്കിലും അതൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് പത്രത്തിൽ വാർത്തയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തി പുറത്ത് നിർത്തി അവർക്ക് ആ വീട് അടച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഭർത്താവ് വരുമ്പോൾ, രാവിലെ ജോലിക്ക് പോയിട്ട് ഭർത്താവ് വരുമ്പോൾ ആ നോട്ടീസും അദ്ദേഹം കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആരുടെ കയ്യിൽ നിന്ന് പൈസയെങ്കിലും മറിച്ചുകൊണ്ട് അപ്പോഴത്തെ ലോണിൻ്റെ ആ ടേൺ അടച്ച് ഇതിൽ നിന്ന്, ഈ ജപ്തിയിൽ നിന്ന് ഊരുമായിരുന്നു. അപ്പോൾ രാവിലെ കൊണ്ട് നോട്ടീസ് കൊടുക്കുക, ഉച്ചയ്ക്ക് ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ പുരുഷന്മാരില്ലാത്ത സമയത്ത് പോയി ജപ്തി ചെയ്യുക. ഇതൊക്കെ ഒരു ക്രൂര വിനോദമായിട്ട് കൂടി ചില ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തെ കോടാനുകോടി രൂപ എഴുതി തള്ളിയിട്ടുള്ള ഒരു രാജ്യമാണിവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കും. മാത്രമല്ല, നിങ്ങൾ സ്വകാര്യ ബാങ്കാണെങ്കിൽ എത്ര മുതലാളിമാർ നിങ്ങൾ അവിടെ നിന്ന് ലോൺ എടുത്ത് കാണും. ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമോ? അപ്പോൾ സാധാരണക്കാരൻ, ഒരു വീട്ടമ്മയും 2 പെൺകുട്ടികളും ഒരു ആളും കൂടി താമസിക്കുന്ന സാധാരണ വീട്ടിലാകുമ്പോൾ കേവലം 8 ലക്ഷം രൂപയുടെ പേരിൽ ചെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു, അവരെ പുറത്തിറക്കി പൂട്ടുന്നു, അവരെ വിശ്വാസത്തിലെടുക്കാതെ ചെയ്യുന്നു. ലോൺ കൊടുത്തപ്പോൾ നിങ്ങൾ വിശ്വാസത്തിലെടുത്തല്ലോ, നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയല്ലേ ലോൺ കൊടുത്തത്. അത് തിരിച്ചു പിടിക്കുമ്പോഴും ആ സന്തോഷം ഉണ്ടാകണ്ടേ? ചിലപ്പോൾ ലോൺ മുടങ്ങിപ്പോകാം, അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാം, മനഃപൂർവ്വം അടയ്ക്കാതിരിക്കുന്നാവില്ല. ഇത് മനസ്സിലാക്കിയിട്ടല്ലേ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് ലോണിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള നിലപാട്. മുഖ്യമന്ത്രിയുടെ ഒരു വലിയ ജപ്തിയിലൂടെ പുറത്താക്കരുത്, ഒരു കുടുംബത്തെയും പുറത്താക്കരുത്, താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെയും ജപ്തിയിലൂടെ പുറത്താക്കരുതെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഉത്തരവും ഒക്കെ നിലനിൽക്കുന്ന സംസ്ഥാനത്താണ് വീണ്ടും ഇത്തരം സങ്കടകരമായ വാർത്തകൾ വരുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമാണ്.